ലോകത്തിലെ തന്നെ എല്ലാ ക്രിക്കറ്റ് പ്രേമികളും കാത്തിരിക്കുന്നത് നാളത്തെ ദിവസത്തിന് വേണ്ടിയിട്ടാണ്. നാളെ രാത്രി 7:30 മണിക്ക് വേണ്ടി. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ ന്യൂസിലാൻഡ് വേൾഡ് കപ്പ് ഫൈനൽ. ഈ ഫൈനലിന് നമ്മൾ മലയാളികൾക്ക് ഒരല്പം മധുരം കൂടും. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ തൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മോശമായ ഒരു ഫേസിലൂടെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത് ഒരു മാസം മുൻപ്. നമുക്കറിയാം, ന്യൂസിലാൻഡിനെതിരെയുള്ള 5 സീരീസുകൾ, 5 മത്സരങ്ങളിലെ അവസാന മത്സരം നമ്മുടെ ഗ്രീൻഫീൽഡിൽ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ സഞ്ജു തല താഴ്ത്തി ഇറങ്ങിപ്പോകുന്നത് കണ്ടാണ് നമ്മൾ വിഷമിച്ചിരുന്നത്. ഈ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുന്നേ ഇന്ത്യൻ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിനെ കണ്ടിരുന്നു. പിന്നെ സഞ്ജുയോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇറ്റ്സ് എ ലോങ് ടൂർണമെന്റ്. ഒരു വലിയ ടൂർണമെന്റാണ് മുമ്പിൽ, അവസരം ഉറപ്പായും വരും. ഇന്ത്യയുടെ 3 ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാർ, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, തിലക് വർമ്മ, ഈ 3 ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാരെ ഓഫ് സ്പിന്നർ ബോളറെ കൊണ്ട് വിക്കറ്റ് എടുക്കുക എന്ന തന്ത്രം സൗത്ത് ആഫ്രിക്ക വിജയിപ്പിച്ചു. അതോടെയാണ് തലക്കടി കിട്ടിയ ഇന്ത്യ ഓപ്പണിംഗ് പൊസിഷനിൽ ചുമ്മാ കിടന്നോട്ടെ എന്ന ആറ്റിറ്റ്യൂഡിൽ സഞ്ജു സാംസനെ കൊണ്ടുവരുന്നത്. ഇന്ത്യ എപ്പോഴൊക്കെ ഒരു വേൾഡ് കപ്പിൽ ചേസ് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ടോ അന്നെല്ലാം ഇന്ത്യയെ മുന്നിൽ നയിച്ചത് വിരാട് കോഹ്ലി ആയിരുന്നു. ഇന്ന് കോഹ്ലി ടീമിലില്ല. 195 റൺസ് എന്ന വെസ്റ്റ് ഇൻഡീസ് ടോട്ടൽ ആര് ചേസ് ചെയ്ത് വിജയിപ്പിക്കും എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ അഭിഷേക് ശർമ്മയോ ഇഷാൻ കിഷനോ തിലക് വർമ്മയോ വിജയിപ്പിക്കും. അവരിൽ ആരെങ്കിലും ഒരാളായിരിക്കാം ഇന്ത്യയുടെ വിജയശില്പി ആവുക എന്നാവാം എല്ലാവരും കരുതിയത്. പക്ഷേ ഓപ്പണിംഗിൽ അഭിഷേക് നഷ്ടപ്പെട്ടു. വന്നതുപോലെ ഇഷാൻ കിഷൻ പോയി. തിലക് വർമ്മ വേണ്ടതുപോലെ പെർഫോം ചെയ്തില്ല. അപ്പോഴെല്ലാം നെടുന്തൂണായി മറുഭാഗത്ത് നമ്മുടെ പയ്യൻ സഞ്ജു സാംസൺ ഉണ്ടായിരുന്നു. നാളെ നടക്കാൻ പോകുന്ന മത്സരം ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്റ്റേഡിയമായ നരേന്ദ്രമോദി അഹമ്മദാബാദ് സ്റ്റേഡിയമായിരുന്നു. ഈ സ്റ്റേഡിയം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഇന്ത്യക്കാർക്കെല്ലാം ആദ്യം വരുന്നൊരു ഞെട്ടലായിരിക്കും. അതിനൊരു കാരണമേ ഉള്ളൂ, 2023 വേൾഡ് കപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ ഏറ്റ പരാജയം. അങ്ങനെ ഒരു ജാമ്യം മുന്നിൽ വെച്ചുകൊണ്ട് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നാളെ ഇന്ത്യ ഇറങ്ങുകയാണ്. ഇന്ന് കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുമ്പോൾ വേൾഡ് കപ്പ് ഫൈനൽ എത്തുമ്പോൾ സഞ്ജു എങ്ങനെ ബാറ്റ് ചെയ്യും? ആ ബാറ്റിൽ നിന്നും റൺമല ഉണ്ടാകുമോ ഇല്ലയോ? നമ്മൾ മലയാളികളും ഇന്ത്യൻകാരും ലോക ക്രിക്കറ്റ് പ്രേമികളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഏറ്റവും വലിയ സ്റ്റേഡിയം ആവുന്നത് കൊണ്ട് തന്നെ ആദ്യം ടോസ് കിട്ടുന്നയാൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും, ആദ്യം ബാറ്റ് ചെയ്യുന്ന ആൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവും. ചേസിംഗിൽ വളരെ ബുദ്ധിമുട്ട് നേരിടാൻ സാധ്യതയുള്ള ഈ മത്സരത്തിൽ ടോസ് ആയിരിക്കും ഒരു നിർണായക ഘടകമായി വരാൻ പോകുന്നത്. എന്തായാലും നാളത്തെ ദിവസത്തിനായി ഇന്ത്യ വേൾഡ് കപ്പ് നിലനിർത്തുന്നത് കാണാനായി നമുക്ക് കാത്തിരിക്കും.